രാജസ്ഥാൻ്റെ 4 കളികൾ കഴിഞ്ഞതിൽ ആദ്യത്തെ 2 കളികൾ നമുക്ക് ശരിക്കും നിരാശ സമ്മാനിച്ച കളികളായിരുന്നു. അതിനുശേഷം കഷ്ടപ്പെട്ട് ഒരു 6 റൺസിൻ്റെ ഒരു വിജയം 3-ാമത്തെ കളിയിൽ കിട്ടി. ശരിക്കും 4-ാമത്തെ മാച്ചിൽ സഞ്ജു സാംസൻ്റെ ഒരു ക്യാപ്റ്റൻസിയിലേക്കുള്ള തിരിച്ചുവരവ്, എല്ലാവരും ഈ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നു സഞ്ജു സാംസൺ വന്നിട്ടുണ്ടെങ്കിൽ, ക്യാപ്റ്റൻസിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ രാജസ്ഥാൻ റോയൽസ് ഒരു തിരിച്ചുവരവ് നടത്തും. ശരിക്കും ഒരു രാജസ്ഥാൻ റോയൽസിൻ്റെ ആരാധകൻ എന്ന നിലയിൽ പോലും ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിച്ചിട്ടില്ലായിരുന്നു. കാരണം ഈ ടീമിൻ്റെ ഘടനയും ടീമിനെ തിരഞ്ഞെടുപ്പും നല്ല കളിക്കാരെ വിട്ടുകൊടുക്കലും എല്ലാം കൂടിയായിട്ട് ശരിക്കും ടീം ഒരു സ്ട്രക്ചറില്ലാതെ കിടക്കുന്ന ഒരു സമയമാണ്. ഇനിയിപ്പോൾ സഞ്ജു സാംസൺ വന്നാലും അതല്ല വേറെ ആര് വന്നാലും ടീമിനെ ഒന്ന് ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഞാനും. പക്ഷേ ഈ ലാസ്റ്റുള്ള പഞ്ചാബുമായിട്ടുള്ള കളിയിൽ ശരിക്കൊരു കാര്യം മനസ്സിലായി. ഇവർക്കറിയാം എങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് ബാറ്റ് രാജസ്ഥാൻ റോയൽസ് ചെയ്യുമ്പോൾ സഞ്ജു സാംസൺ ഒരു ഓപ്പണറായിട്ട് വരുമ്പോൾ നമ്മളൊക്കെ എപ്പോഴും പറയാറുള്ളതാണ് സഞ്ജുവിന് ക്ഷമയില്ല. സഞ്ജു ശരിക്കും ഒന്ന് ക്ഷമ കാണിക്കണം. ശരിക്കും ഈ 4-ാമത്തെ മാച്ച് പഞ്ചാബുമായിട്ടുള്ള മാച്ചിൽ സഞ്ജു ആ ഒരു ക്ഷമ കാണിച്ചു. ജയ്സ്വാൾ ഓപ്പണിംഗ് എന്ന നിലയിലും ആ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ശരിക്കും ഇങ്ങനെയുള്ളൊരു മാച്ചായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. 100% രാജസ്ഥാൻ റോയൽസ് കളിച്ച് ജയിച്ചൊരു മാച്ച് തന്നെയായിരുന്നു ഈ പഞ്ചാബ് കിങ്സുമായിട്ടുള്ളത്. ഒരു ഓപ്പണറുടെ റോൾ എന്താണ്? 6 ഓവറാണ് പവർ പ്ലേ. നമുക്കെല്ലാവർക്കും അറിയാം മാക്സിമം റൺസ് വരേണ്ട ഓവറാണ് പവർ പ്ലേ. എന്നിരുന്നാലും ഒരു ഓവറിൽ ഒരു 10 റൺസ് എന്ന നിലയിൽ ഒരു 7-8 ഓവർ ഈ ഓപ്പണേഴ്സ് പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ വരുന്ന ബാറ്റേഴ്സിന് അത് ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻറ്റ് കൊടുക്കും. പക്ഷേ രാജസ്ഥാൻ റോയൽസിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പണേഴ്സിൽ ഒരാൾ, അത് മിക്കവാറും സഞ്ജു തന്നെ ആയിരിക്കും, ഒരു ഫസ്റ്റ് 2 ഓവറിൻ്റെ ഉള്ളിൽ കൂടണയും. പിന്നെ വരുന്നവർക്ക് അതൊരു സമ്മർദ്ദമാവും. പിന്നെ അവർ നന്നായിട്ട് കളിക്കാതെ എല്ലാവരും പടപടാന്നും പറഞ്ഞിട്ട് ഔട്ടായി പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന് വിഭിന്നമായിട്ട് ശരിക്കും ഈ ഒരു മാച്ച് അത്രയും നല്ലൊരു റിസൾട്ട് തന്നെയായിരുന്നു ഈ ലാസ്റ്റ് മാച്ചിലുണ്ടായിരുന്നത്. 200-ൽ മേലെ ടോട്ടൽ പോവുകയും ചെയ്തു. പ്രത്യേകിച്ച് നല്ലൊരു തുടക്കം കിട്ടി. തുടക്കം തന്നെയാണ് ശരിക്കും ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ 2-ാമത്തെ കാര്യം ബോളിംഗ്. ആർച്ചർ എപ്പോഴും അടി വാങ്ങിക്കൂടുന്ന ചെണ്ട തന്നെയായിരുന്നു. പക്ഷേ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. ഇനി എന്തായാലും പോയതൊക്കെ പോയി. അശ്വിൻ പോയി, ബോൾട്ട് പോയി, ചാഹല പോയി, ബട്ട്ലർ ചേട്ടൻ പോയി. ഇനിയിപ്പോൾ എന്തായാലും തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല, പോയത് പോയി. ഇനി ഇതുപോലെ ഉള്ളൊരു ഉഗ്രൻ തിരിച്ചുവരവ് ഇനിയുള്ള കളികളിലും നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി കൂടി ഉള്ള സമയത്ത്. ഒരു മലയാളി എന്ന നിലയിൽ സഞ്ജു ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ സഞ്ജു മിനിമം ഒരു 50 അടിക്കണം, അല്ലെങ്കിൽ ഒരു 100 ഒക്കെ അടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് എനിക്കുള്ളത്, എല്ലാ മലയാളീസിനും ഉള്ളതെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ, കാരണം ഈ രാജസ്ഥാൻ റോയൽസ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയത്ത് സഞ്ജു അടിക്കേണ്ട, സഞ്ജു 6ഉം 4 ഒന്നും അടിക്കേണ്ട, സഞ്ജു ഒന്ന് അവിടെ ഗ്രീസിൽ നിന്നാൽ മതി, ബാക്കിയുള്ളവർക്ക് ഒരു സപ്പോർട്ടായിട്ട് ഗ്രീസിൽ നിന്നാൽ മതി എന്ന് മാത്രം ആഗ്രഹിക്കാനേ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിർവാഹമുള്ളൂ. 38 റൺസ് എടുത്തിട്ടുള്ളെങ്കിൽ പോലും 38 റൺസ് ഒരു ആവറേജ്, ഒരു കുഴപ്പമില്ലാത്തൊരു സ്കോർ തന്നെയാണ് 2020-ൽ. അതെടുത്തിട്ട് ജയ്സ്വാളിന് നല്ലൊരു സപ്പോർട്ടായിട്ട് സഞ്ജു നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പരാഗിൻ്റെ ഒരു പെർഫോമൻസാണ്. അങ്ങനെ സഞ്ജു, ജയ്സ്വാൾ, പരാഗ്, ഈ ആദ്യം വരുന്ന ഈ 3 പേര് മിന്നിയപ്പോൾ തന്നെ കളിയുടെ ഗതി മാറി. കോൺഫിഡൻ്റായി രാജസ്ഥാൻ റോയൽസ് ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വന്ന്. ഇനി എല്ലാ കളികളിലും ശരിക്കും ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവരിങ്ങനെ തന്നെ കളിക്കണമെന്നാണ്. പവർ പ്ലേ ആണെങ്കിൽ പോലും ആദ്യം വിക്കറ്റൊന്നും പോവാതെ കുറച്ചൊന്ന് നങ്കൂരമിട്ടിട്ട് പിന്നെ അവരുടെ സ്വതസിദ്ധമായ അടിച്ച് കളിയിലേക്ക് വന്നാലും പ്രശ്നമില്ല. ഈ ഒരു മൊമെൻറ്റം നിലനിർത്തിയിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് ഇനി പ്രതീക്ഷിക്കാം. ഇനിയുള്ള കളികളിലും ഇതുപോലെയുള്ളൊരു മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവർ മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.